ഇത് കേരള കാർഷി ഗ്രാമ വ്യവസായ ബോർഡിന്റെ മൗലീനാണ്. നമുക്ക് ചോദിക്കാം ഇവിടെ എന്തൊക്കെയാണെന്ന്. ഒരുപാട് ഐറ്റങ്ങൾ ഇരിപ്പുണ്ട്. മേഡം പേരെന്താണ്? എന്റെ പേര് അജിരാജൻ. അജിരാജൻ. ഞങ്ങൾ ഏനമാവിലാണ് സ്ഥലം. ഏനമാവ് തൃശ്ശൂർ ജില്ലയാണ്. ഏനമാവ് കടവെന്ന് പറയും. ഞങ്ങൾക്ക് ആദ്യയുടെ ഒരു യൂണിറ്റ്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഒക്കെ നാച്ചുറലാണ്. ഇതൊക്കെ എന്താണ്? ഈ സോപ്പാണ്, ആയുർവേദ സോപ്പുകളാണ്. ഇത് രക്തചന്ദനം, റോസ്മേരി, കളഭത്തിന്റെ സുഗന്ധമാണ് അല്ലേ? അത്തർ. ഓക്കെ. ഇത് ലീഗൽ സർവീസാണ്, ചാവക്കാട് കോടതിയില്. മേഡം പേരെന്താണ്? സുപ്രിയ, ചാവക്കാട് കോടതിയിലെ ലീഗൽ സർവീസില്. നാളെയും കൂടെ ഒരുപാട് പവലിയൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലായിടവും കയറാൻ പറ്റത്തില്ല. വീഡിയോ നീണ്ടുപോകും. സ്വയംഭരണ വനം വകുപ്പിന്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയിലെ പൗരനാണ്. കമ്മിറ്റി ഓഫീസാണ്. ഹിമാലയ ഗ്രാമപഞ്ചായത്തിന്റെ ഉൽപ്പന്നങ്ങളാണ് അവര് ഉണ്ടാക്കുന്നത്. സാറേ, എന്റെ പേര് ചന്ദ്രൻ സാറേ. നമ്മുടെ സെക്രട്ടറി എവിടെ ഇരിക്കുന്നു? നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി എവിടെ ഇരിക്കുന്നു സാറേ? സാറ് വിശദമായിട്ട് പറയും. അതെ, ഇതില് 90% നമ്മുടെ പഞ്ചായത്ത് ഏരിയയിലുള്ള നമ്മുടെ സെക്രട്ടറി അദ്ദേഹം പറയും. നമസ്കാരം. അടിമാലി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയാണ്. അതെ. ഞങ്ങൾക്കിവിടെ ഈ തദ്ദേശ ദിനാഘോഷവുമായി ബന്ധപ്പെട്ട് 2 സ്റ്റാളുകളാണ് ലഭിച്ചിരിക്കുന്നത്. ഒന്ന് നമുക്ക് പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണി പ്രദർശിപ്പിക്കുന്നതിനും മറ്റൊന്ന് നമ്മുടെ പഞ്ചായത്തിനുള്ളിലുള്ള വിനോദസഞ്ചാര മേഖലകളെ പരിചയപ്പെടുത്തുന്നതിനുമുള്ള 2 സ്റ്റാളാണ്. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ വിനോദസഞ്ചാര സാധ്യതകൾ എന്ന് പറഞ്ഞാൽ മൂന്നാറിലേക്ക് പോകുന്ന അധികം ടൂറിസ്റ്റുകൾ ആരും കണ്ടിട്ടില്ലാത്ത പഞ്ചായത്ത് പ്രദേശത്തിനുള്ളിലുള്ള മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസസ് ആണ് ഞങ്ങൾ ഈ ഫോട്ടോ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അതിന്റെ തന്നെയാണ് ഈ പ്രദേശങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങളൊരു ഡോക്യുമെന്ററി ആയിട്ട് വീഡിയോ ഇവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളൊരു ടൂറിസം കലണ്ടറും പ്രസിദ്ധീകരിക്കുന്നുണ്ട്. അടിമാലിയിലേക്ക് വരുന്നവർക്ക് ഈ കലണ്ടർ നോക്കിയാൽ ആ പ്രദേശത്തേക്ക് പോകാനും മനോഹാരിത മനസ്സിലാക്കാനും കഴിയും. അതുപോലെ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന പ്രാദേശിക ഉൽപ്പന്നങ്ങളുടെ വിപണിയിലേക്ക് അടിമാലി പഞ്ചായത്തിലും സമീപത്തായ മൂന്നാർ മേഖലയിലെ എന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നു. അപ്പൊ മറയൂർ ശർക്കര ഉണ്ടായിരുന്നു, വട്ടവട വെളുത്തുള്ളി, അതൊക്കെ ഭൗമസൂചിക അംഗീകാരം ലഭിച്ചിട്ടുള്ള പ്രോഡക്റ്റുകളാണ്. അതുപോലെ തന്നെ മൂന്നാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തേയില ഇനമായ തലയാർ തേയില ഉണ്ടായിരുന്നു. എല്ലാം തീർന്നു പോയി, വളരെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇതെല്ലാം ഈ സമയത്ത് കഴിഞ്ഞു പോയിരിക്കുകയാണ്. പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തിൽ തന്നെ ഒരു
ഒരു ഡിഫറന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളുടെ ഒരു സ്പെഷ്യൽ സ്കൂളുണ്ട്. ആ സ്കൂളിലെ കുട്ടികൾ ഉണ്ടാക്കിയ കരകൗശല ഉൽപ്പന്നങ്ങളാണ് നമ്മളിവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. അവർ തന്നെ ഉണ്ടാക്കിയാണ് ഉണക്കക്കപ്പ, ചക്ക, ഇങ്ങനെയുള്ള ഓരോ കുട്ടികൾക്കും ഓരോ കഴിവുകളാണ് ഉള്ളത്. അപ്പോൾ അവരുടെ കഴിവിനെ പരിപോഷിപ്പിച്ചിരുന്ന അവിടുത്തെ പ്രിൻസിപ്പളും സിസ്റ്റർമാരും ഒക്കെയാണ് അവരെ കൊണ്ട് കഴിയുന്ന വിധം അവർക്ക് കഴിയുന്ന കാര്യങ്ങൾ വ്യക്തമായി ചെയ്യാനും അതിൽ നല്ല നൈപുണ്യ കരകൗശല ഉൽപ്പന്നങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല കഴിവുള്ളവർ ഉണ്ടാക്കിയ അതേ ക്വാളിറ്റിയിൽ തന്നെയാണ് അവർ ആ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ആ സ്കൂളിലെ കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുകയും ഞങ്ങൾ ഈ സ്റ്റാളിൽ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു കുടി മേഖല, ട്രൈബൽ മേഖലയിൽ ഉണ്ടാക്കിയതാണ് ഈ അരി. ഇതൊരു പ്രത്യേക അവര് പരമ്പരാഗത രീതിയിലാണ് ഈ അരി തയ്യാറാക്കുന്നത്. ഒരു കുഞ്ചിപ്പെട്ടി എന്ന് പറയുന്ന പാടശേഖരം കുറച്ച് പ്രദേശമേ ഉള്ളൂ, വളരെ വിശാലമൊന്നുമല്ല. ആ പാടശേഖരത്തിൽ ഉണ്ടാക്കിയ അരിയാണ്, വളരെയേറെ തവിടോട് കൂടി നല്ല ഔഷധ ഗുണമുള്ള അരിയാണ് എന്നാണ് നമ്മുടെ കൃഷി ഓഫീസറും മറ്റുമൊക്കെ പറഞ്ഞിരിക്കുന്നത്. 2 മാസങ്ങൾക്ക് മുന്നേ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി OR കേളു സാറ് വന്നായിരുന്നു ഈ അരിയുടെ ആദ്യത്തെ വിളവെടുപ്പ് കാര്യങ്ങളും ഒക്കെ അവിടെ ചെയ്തത്. അപ്പൊ അവരുടെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി ആ ട്രൈബൽ ആൾക്കാർ നിർമ്മിച്ചിട്ടുള്ള പോഷക സമ്പുഷ്ടമായ അരിയും ഈ സ്റ്റോൾ വഴി ഞങ്ങൾ പ്രദർശിപ്പിക്കുന്നുണ്ട്. ഇത്രയുമാണ് ഞങ്ങളുടെ പ്രദേശത്തിലുള്ള കർഷകർക്കും അവിടുത്തെ ഈ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർക്കും മറ്റും വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു സ്റ്റാളിൽ പ്രദർശിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പഞ്ചായത്തിലെ ടൂറിസം വികസനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളും കൂടി ഈ സ്റ്റാളിലേക്ക് ഞങ്ങൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഭാഗ്യ ബാംബു വർക്ക്. ഇതൊരു പവലിയനാണ്. നെറ്റ് സീറോ കാർബൺ ഇനങ്ങളിലൂടെ ചിറ്റാറ്റുകര ഗ്രാമപഞ്ചായത്തിൻ്റെതാണ്. ചെറുധാന്യങ്ങളാണ്. ഇത് അത്തർ ഷോപ്പാണ്. അത്തർ ഇത് അച്ചാർ ഐറ്റംസ് ആണ്. ഇവിടെ ബാങ്കിന്റെ ധനസഹായത്തോടുകൂടി പരിശീലനം കൊടുത്ത് തുടങ്ങിയതാണ്. നമസ്കാരം മാഡം. നമസ്കാരം. ഇത് സരിത, പുതുക്കാട്, ചെങ്ങാലി. ഇത് ഞാൻ സ്വന്തമായി ചെയ്യുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ്. ഞാൻ ഈ കോഴ്സ് പഠിച്ചത് കനറ ബാങ്കിൽ RCT എന്ന് പറഞ്ഞ സ്ഥാപനമുണ്ട്. അതായത് നമുക്ക് തൊഴിലവസരങ്ങൾ, അതായത് ഒരു 30ഓളം കോഴ്സുകൾ അവിടെ ഉണ്ട്. അതിലൊരു കോഴ്സാണ് അച്ചാറ്, പപ്പടം, മസാല പൊടികളുടെ നിർമ്മാണം. അതാണ് നമ്മൾ പഠിച്ചിരുന്നത്. ഇല്ല, ഒരു കോഴ്സാണ് ഒരു കുട്ടിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 45 വയസ്സ് വരെയാണ് 18 വയസ്സ് തൊട്ടിട്ട് കോഴ്സ് ചെയ്യാനുള്ള അവസരം. അത് ഒരു കോഴ്സിന് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഫുഡ്, അക്കോമഡേഷൻ എല്ലാം ഫ്രീ ആണ്. നമുക്ക് കയ്യിൽ നിന്ന് പൈസ ഒന്നും പോകില്ല. നമുക്ക് ഏത് കോഴ്സ് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാൻ പറ്റും. ഞാൻ പഠിച്ചത് അച്ചാറുകളാണ്. ഞാനിപ്പോ അച്ചാറുകൾ പഠിച്ചു കഴിഞ്ഞ് ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ സംരംഭം. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ സംരംഭം ചെയ്യും. ബാങ്ക് നമുക്ക് വേണ്ട ധനസഹായത്തിനുള്ള പ്രോജക്ട് റിപ്പോർട്ട് എല്ലാം ചെയ്തു തരും. പക്ഷെ ഞാൻ ലോൺ എടുത്തിട്ടില്ല. എനിക്ക് ലോണിന്റെ ആവശ്യം വന്നിട്ടില്ല. അതായത് ഇപ്പൊ അവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി, അതായത് അവിടുത്തെ പ്രോജക്ട് റിപ്പോർട്ട് വരെ ചെയ്ത് ലോൺ കനറ ബാങ്കിൽ തന്നെ ശരിയാക്കി. ഇത് വില്ലിടത്താണ്, അതായത് തൃശ്ശൂർ വില്ലിടം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മേഡത്തിന്റെ കൈപുണ്യത്തിലുള്ള അച്ചാറിന്റെ വിതരണത്തിന്റെ ഫോട്ടോയാണ് ഈ കാണുന്നത്. പത്രത്തിൽ വന്നതിന്റെ. ഇത് ഗ്രീൻ ട്രക്ക്. പുളി, ഇഞ്ചി ഉള്ള കാർഷിക ഉൽപ്പന്നങ്ങളാണ്.
കുരുമുളക്, പട്ടവട, പാൽക്കൊണ്ടി, മറയൂർ ശർക്കര, പട്ടവട, വെളുത്തുള്ളി, അങ്ങനെയുള്ള ഐറ്റങ്ങൾ. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇത് എന്റെ മോളിലെ ഒരു സ്റ്റാർട്ടപ്പ് ആണ്. ഇൻഡിജീനിയസ് ആയ ഉൽപ്പന്നങ്ങള് ഒരു ഓൺലൈൻ പോർട്ടലിൽ വെച്ച് ലോകത്തിലെ ആളുകൾക്ക് പരിചയപ്പെടുത്താനും അതിന് ന്യായമായ വില കർഷകർക്ക് കിട്ടുന്നതിനും വേണ്ടി തുടങ്ങിയിട്ടുള്ളതാണ്. മോള് പഠിക്കുന്ന ആളാണ്. അപ്പൊ പഠിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി സ്വന്തം കണ്ടെത്തിയിട്ടുണ്ട്. LLBക്ക് പഠിക്കാൻ ഡൽഹിയിൽ പഠിക്കുക. ഞാൻ തൊടുപുഴയാണ്, ഇടുക്കി ജില്ലയില്. ഓക്കെ, താങ്ക് യു. നെല്ലിക്ക, കാന്താരി ജ്യൂസ്, അങ്ങനെയുള്ള മറ്റു ഐറ്റങ്ങളെല്ലാം ഉണ്ട് ഇവിടെ.